ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് MC ജിതൻ സംവിധാനം ചെയ്ത് നവംബർ 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് സൂക്ഷ്മദർശിനി. വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 1,60,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 2,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 4,35,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 8 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ GCC ഓവർസീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം GCCയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തത് 1,70,00,000 രൂപയാണ്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച GCC ഗൾഫ് കളക്ഷനായി 2,20,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ 3,90,00,000 രൂപയാണ് GCC കളക്ഷനായി ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആദ്യ 2 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്ക് മുകളിലുമാണ്. ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 17 കോടിക്ക് മുകളിൽ കളക്ഷനാണ് സൂക്ഷ്മദർശിനി നേടിയെടുത്തിരിക്കുന്നത്. മലയാള സിനിമയിൽ മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി ബേസിൽ ജോസഫ് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് സൂക്ഷ്മദർശിനിയുടെ വൻ വിജയം സൂചിപ്പിക്കുന്നത്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിലെത്തി വൈശാഖ് എലൻ സംവിധാനം ചെയ്ത് ഒരു ഹൊറർ ഫാമിലി കോമഡി മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഹലോ മമ്മി. ജോണി ആന്റണി, അജു വർഗീസ്, ബിന്ദു പണിക്കർ, ജഗദീഷ് എന്നിങ്ങനെ വളരെ മികച്ച താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് കേരള കളക്ഷനായി 50,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 1,60,00,000 കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടിക്ക് മുകളിലാണ്. ദുൽഖർ സൽമാൻ നായകനായി വെങ്കി അടൂർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ലക്കി ഭാസ്കറിന്റെ 25ാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 21 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ആദ്യ 25 ദിവസം പിന്നിടുമ്പോൾ 120 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ശിവകാർത്തികേയൻ നായകനായി രാജ്കുമാർ പെരിയസ്വാമി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് അമരൻ. 25ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 13,10,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം 25 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 312 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത് നവംബർ 15 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആനന്ദ് ശ്രീബാല. അർജുൻ അശോകൻ, അപർണദാസ്, സൈജു കുറുപ്പ്, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിങ്ങനെ താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2.5 കോടിയോളം മാത്രമാണ്. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും പുതിയ സിനിമകളുടെ വരവ് ചിത്രത്തിന്റെ കളക്ഷനെ സാരമായി ബാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.